ട്രോഫി ഒന്നും പോരാഞ്ഞിട്ടാ ചൈനയിൽ ഒരെണ്ണം. തലപ്പൊല്ലി മേളമുണ്ടേ, 5 കാശ് കയ്യിലില്ലേ, ചാണക്കറി കൂട്ടി തന്നെ ചോറ് നിന്നും വീട്ടിൽ കൂടാം. എടാ രാജേഷേ, ഞാൻ ഇത്ര നല്ല പാട്ടൊക്കെ പാടിയിട്ട് നിനക്ക് എന്താണ് ഒരു പ്രതികരണം ഇല്ലാത്തത്? പ്രതികരിച്ചാൽ ഞാൻ ചിലപ്പോൾ നിങ്ങളെ തല്ലണ്ടി വരും. മൊത്തത്തിൽ ഊഞ്ചലാണ്. അതിനിടയിൽ എന്തിനാ രാമേട്ട നല്ലൊരു പാട്ട് ഇങ്ങനെ പാടി വെറുപ്പിക്കണത്? നീ കേക്കട്ടോ, ഞാൻ പാടും. പാടി പാടക്കൊട്ട ചൂരക്കൊട്ട ചിരക്കെട്ടും പൂരപ്പാട്ടും ചെമ്മിങ്കിലും മേടിപ്പെണ്ണേ നിന്നെ കാണാൻ എന്ത് ഗന്ധം. തലപ്പൊല്ലി മേളമുണ്ടേ, 5 കാശ് കയ്യിലില്ലേ. രാജേഷേ, ഞാൻ മൂന്നമ്പക്കലിനൊക്കെ ഉണ്ട്, നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. നിങ്ങൾ എന്തിനാണ് അയാളോടൊക്കെ പോയി പറയാൻ പോണത്? ഇവിടെ വക്കീല് ചോദിച്ചു ചൈനക്കാരുടെ അക്കൗണ്ടിൽ നിന്ന് നിന്റെ അക്കൗണ്ടിലേക്കാണോ കാശ് വന്നേക്കണെന്ന്. അത് കൊച്ചച്ഛൻ്റെ അക്കൗണ്ട്. അപ്പൊ പിന്നെ പേടിക്കാനില്ല. അതെ, എടാ നീയും ചൈനക്കാരായിട്ട് ഇടപാടുകളൊന്നും ഇല്ലല്ലോ. അപ്പൊ പിന്നെ നിയമപരമായിട്ട് കേസ് നിലനിൽക്കൂലെന്ന് പറഞ്ഞ മനസ്സിലായ. പക്ഷേ ഈ മാനുഷികമായി നോക്കുമ്പോ മനുഷ്യമായിട്ട് കൊടുക്കാൻ നിന്റെ കാശുണ്ടോ? അതില്ല. ആ, അപ്പൊ ഒരു കാര്യം ചെയ്യേ, സന്തോഷമായി നീ വീട്ടിൽ പോയി കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി അവൾക്ക് കൊടുക്കും. കുറച്ച് ദിവസം കഴിഞ്ഞ് അവളുമായിട്ട് കമ്പനിയായി അവളോട് നിന്റെ ബുദ്ധിമുട്ടുകൾ കംപ്ലീറ്റ് പറയുക. അപ്പോ എന്നിട്ട് അവള് പറയും, ഹൈ രാജേഷ്, ഹൈ രാജേഷ്, എനിക്ക് കാശ് വേണ്ട, അത് നിങ്ങൾ തന്നെ വെച്ചോളൂ. എന്നിട്ട് അവള് പോക്കറ്റിൽ നിന്ന് കുറച്ച് ചൈനീസ് പൈസ എടുത്ത് ചക്കാൻ തന്നു. എന്നിട്ട് അത് നിനക്ക് തന്നിട്ട് തോളത്തിനടുത്ത് തട്ടിട്ട് പറയും, ഗുഡ് ബൈ രാജേഷ്, കാശിന് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മറക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ചൈനയ്ക്ക് അവൾ അങ്ങനെ തിരിച്ചു. എങ്ങനെയല്ലേ? ശരിക്കും പിന്നല്ലാണ്ട് ആടാ. അതല്ലേ? ആ ഐഡിയ കൊള്ളാം. പിന്നെ മിസ്റ്റർ രാജേഷ്, ഫുഡ് ഉണ്ടായിക്കൊടുത്ത് ഇടപെടി സംസാരിക്കുമ്പോ നീ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ്? രണ്ടാളും ഒറ്റയ്ക്കാണേ, മുറിക്ക് കഥയില്ല. നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ഉൾഗ്രമത്തിൽ നിന്നും ഇങ്ങനെ വല്ലതും ആയിപ്പോയാ മാറി പറഞ്ഞ ചേച്ച കോണച്ച ഉപദേശം തന്നിട്ട് കോപ്പന്റെ പാട്ടായിരുന്നല്ലോ. അല്ല, ചുമ്മാ പറഞ്ഞ വല്ലതും കിട്ടടാ. ദൂരി നിനക്ക് കിട്ടിയില്ലേ? എന്താ നടുവേനാണ്? നിങ്ങളെ വണങ്ങിയതാണ്. ചൈന സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? ചൈന സിനിമ നീ കാണാറില്ല? പിന്നെ പീസ് ഇല്ലാത്തത്. ഒന്ന് പോ മനുഷ്യ. രാജേഷേ, നീ പാചകമൊക്കെ തുടങ്ങിയല്ല? പുറന്ന് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്ത് രുചി പിടിച്ച് പോയാലേ പിന്നെ എല്ലാ ദിവസവും വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. ഇപ്പൊ ഇതാ ലാഭം. ഞാൻ ദോശ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായി. രാത്രി ചൂടാക്കി കൊടുക്കാം. കല്ല് പോലെ ആവും അത്. കലപ്പാന്ന് പറഞ്ഞു കൊടുക്കാം. പുട്ട് ബനാന പൊളിക്കുക, കുഴയ്ക്കുക, കുതിക്കോ ബ്രേക്ക്ഫാസ്റ്റ്. ഈ വീടൊക്കെ വല്ല മെനയായിട്ടുണ്ട്. വെള്ള പണിയാ ഇവക്കെന്തോ എനിക്ക് കാശ് തരാനുള്ള പോലെ. സഖാവാ കവളപ്പാറ ഉരുൾപൊട്ടൽ വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി പോയതാണ്. ഇവിടെ വന്നപ്പോഴാണ് ഇവിടുത്തെ വിവരങ്ങളൊക്കെ അറിഞ്ഞത്. എടാ, ഇതല്ലേ നമ്മുടെ ചൈനക്കാരി? പവിത്രൻ സഖാവ്, അവർ നെയ്ബർ ആൻഡ് ലോക്കൽ കമ്മിറ്റി. വെറും ലോക്കൽ. ലാൽസലാം. കണ്ടോടാ, ചൈനയിലെ സഖാക്കന്മാർ പാർട്ടി ലോക്കൽ സെക്രട്ടറി കാണുമ്പോൾ കാണിക്കുന്ന ബഹുമാനം കണ്ടോ? നീയൊക്കെ കണ്ടുപിടിക്കേ. ഇതൊന്നുമല്ല, ഇത് വയസ്സായ ആൾക്കാർക്കാണ് ഇവളെങ്ങനെയല്ലേ? ഐ ആം നോ വയസ്. ഞാൻ ചെറുപ്പക്കാരാണെന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുത്തടാ. This old man is young. നീ ഉള്ളിൽ ഇരിക്കും വേണ്ട. ഇനി കൽത്തുകാർ ഉണ്ടാക്കാൻ വരുമ്പോൾ നീ വിളിക്കുക കേട്ടോ. നല്ലൊരു മനുഷ്യനെ കളിയാക്കുന്നത് ഇല്ല. എന്താ കോമറേഡ്? സോറി. താങ്ക് യു. പ്ലീസ് സിറ്റ്. ഇപ്പം വേണ്ട, നോ ടൈം.
ഈ വാട്ട് ഈസ് യുവർ നെയിം? വാട്ട് ഈസ് യുവർ നെയിം? സെൻസ്വ. നല്ല പേര്, വിളിക്കാൻ എളുപ്പമാ. ഞാൻ വരുന്നുണ്ട്. എനിക്ക് ഈ ചൈനയിലെ പാർട്ടിയുടെ കാര്യങ്ങൾ കുറച്ച് ചോദിച്ചറിയാനുണ്ട്. നല്ലപോലെ ഇംഗ്ലീഷ് അറിയാവുന്ന ആൾക്കാരുമായിട്ട് വരാം. ദിസ് രാജേഷ് പോരാ. ഇപ്പോ ഞാൻ ഗോയിങ്. അതെ, സീ യു, കാണാം. എടാ ഒന്ന് ഇവർ യു നോ. പക്ഷേ എടാ ഇവള് എപ്പോഴാ പോണേ? ഇവള് കുറച്ച് പയ്യേ ഉള്ളൂ. ആണോ? അങ്ങനെ നമ്മുടെ രമണ ഋതുരാഷ്ട്രത്തിന് ഇവളെ കൂടെ പങ്കെടുപ്പിച്ചാലോ? അല്ലടാ, ഒരു ചൈനീസ് സഖാവിനെയൊക്കെ പാർട്ടി മീറ്റിംഗ് പങ്കെടുപ്പിക്കാന്ന് പറഞ്ഞാൽ എനിക്കൊരു വെയിറ്റ് ഇല്ലടാ. അല്ലേ? അല്ല എടാ എടാ ഞാൻ അതുകൊണ്ടല്ല. എടാ ഞാൻ പറഞ്ഞത് മാവോദിന്റെ നാട്ടുകാർ. ഇവൻ ഈ എന്ത് മാവോ? സഖാവ് പോയി, നമുക്ക് എന്നാൽ കഴിക്കാനുണ്ടാക്കാം. ബാ ഡിന്നർ ഉണ്ടാക്കാം. Dinner? What is it? ചൈനീസ് കപ്പ ആൻഡ് ചൈനീസ് പച്ചച്ചമ്മന്തി. ആ പാത്രം കൊണ്ട് എടുത്തോ. Okay. John, you see, she has good experience. Are you a Chinese citizen? Yes, ma'am. And why didn't you travel to US from China? Sir, I got some work here, and only after arriving here, I decided to move to US. Okay, so we will look through your documents and get back to you. Okay, sure. Thank you. Okay.